നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? നാടിന്റെ പല ഭാഗത്തായി മയക്കുമരുന്ന് മാഫിയ വലവീശിയിട്ടുണ്ട്. ഒരു കുട്ടി വളർന്ന് വലുതായി വരുമ്പോഴും മാതാപിതാക്കളുടെ നെഞ്ചിൽ തീയാണ്. നമ്മൾ ഒരു ഭാഗത്ത് പെഡ്ലേഴ്സിനെ ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ പ്രിവെൻറ്റ് ചെയ്യണം, നിയമം ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു സാധനത്തിന് ഉപയോഗിക്കാൻ ആളുള്ളപ്പോൾ ഉപഭോക്താവുള്ളപ്പോഴല്ലേ ഈ സാധനം സപ്ലൈ ആവുന്നേ. സപ്ലയറുടെ ഭാഗത്തുള്ള തെറ്റവിടെ നിൽക്കട്ടെ, പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിത് കൺസ്യൂം ചെയ്യാൻ കാരണമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൂക്ഷ്മമായി നോക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ചും ടീനേജിലൊക്കെ എത്തുമ്പോൾ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. ആ ഭയങ്കരമാകുമ്പോൾ നീ ഒരു ആൺകുട്ടിയല്ല, ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കിതൊന്ന് ബ്രേക്ക് ദ റൂൾസ് എന്ന് പറയുന്ന സാധനത്തിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ തോന്നുന്ന പ്രായമാണ്. അങ്ങനെ ഒരു രസത്തിന് റൂൾസ് ബ്രേക്ക് ചെയ്തതിലേക്ക് വരുന്നവരാണ് പൊതുവേ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഫാമിലിയിൽ നിന്ന് വരുന്നവർ. മീഡിയാസിന് ആക്ച്വലി നല്ല രീതിക്ക് തന്നെ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ വിഷ്വൽ കണ്ടന്റ് ഓർ ക്രിയേറ്റീവ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു തെറാപ്പി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഇൻഡയറക്റ്റ് ഇൻ്റർവെൻഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആർട്ട് തെറാപ്പി, അതേപോലെ തന്നെ മീഡിയ ഉപയോഗിച്ച് അങ്ങനെ പല പല സാധനങ്ങളും നമ്മൾ അവരെ അവെയർ ആക്കാനും എല്ലാം. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറേയും കൂടി നമുക്ക് കുട്ടിക്കാലത്ത് കുട്ടികളെ ആ ട്രെയിൻ ചെയ്യുന്ന രീതി അല്ല ഇപ്പോൾ. കാരണം ഇപ്പം എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾക്ക്? പണ്ടൊക്കെ ആണെങ്കിൽ കാക്കയെ കാണിക്കും, പൂച്ചയെ കാണിക്കും, പട്ടിയെ കാണിക്കും. ഇപ്പം അങ്ങനെയാണോ? ഇപ്പോൾ ഒരു മൊബൈൽ കൊടുക്കും. ഇപ്പം നമ്മളിപ്പോൾ അത് യൂസ് ചെയ്തില്ലെങ്കിൽ ഇപ്പം അവരങ്ങനെ കാണുമല്ലോ ഇങ്ങനെ കാണുമല്ലോ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവർ പയ്യെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത് എവിടെ നിന്നാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്? കുട്ടികളോട് ഉപദേശിക്കുകയാണോ, അതോ വിദ്യാലയങ്ങളിലാണോ, അതോ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നതിനെ പറ്റി ഇന്ന് ചർച്ച ചെയ്യുകയാണ് സ്ത്രീപക്ഷത്തിൽ. എങ്ങനെ നമ്മുടെ കുട്ടികളെ ഈ മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് രക്ഷിക്കും? ഇതിപ്പോൾ ഒരുപാട് സർവേയും ഒക്കെ പ്രകാരം പറയുന്നുണ്ട് ഇത്രത്തോളം കുട്ടികൾ ഈ മയക്കുമരുന്നിന് അടിമയാണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഇത് നഗരപരിധിയിലാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഡോക്ടർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്? ഇത് പൊതുവായിട്ട് നമ്മളൊരു സർവേ റിപ്പോർട്ടിനെ ഒന്ന് ബേസ് ചെയ്ത് സംസാരിക്കാനാണെങ്കിൽ 2016 ഉണ്ടായിരുന്നതിനെ കമ്പയർ ചെയ്ത് 2022 സർവേ റിപ്പോർട്ട് പറയുന്നത് 335% ഇൻക്രീസ് നമ്മൾക്ക് ഓൾ ഓവർ ഇന്ത്യ, ഇത് പാൻ ഇന്ത്യ ആണ്, അങ്ങനെ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സോ ദാറ്റ് ഷോസ് ഈ പറഞ്ഞ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ ഒരു 6 വർഷത്തെ ഗ്യാപ്പിൽ തന്നെ എത്രത്തോളം ആൾക്കാരാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ഒരു ഭാഗത്ത് പെഡ്ലേഴ്സിനെ ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ പ്രിവെൻറ്റ് ചെയ്യണം, നിയമം ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു സാധനത്തിന് ഉപയോഗിക്കാൻ ആളുള്ളപ്പോൾ ഉപഭോക്താവുള്ളപ്പോഴല്ലേ ഈ സാധനം സപ്ലൈ ആവുന്നേ. സപ്ലയറുടെ ഭാഗത്തുള്ള തെറ്റവിടെ നിൽക്കട്ടെ, പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിത് കൺസ്യൂം ചെയ്യാൻ കാരണമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൂക്ഷ്മമായി നോക്കേണ്ട ഒരു കാര്യം. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ബാക്കി എല്ലാവർക്കും പറയണമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു കൗൺസിലിംഗ് പേഴ്സൺ എന്നുള്ള എൻ്റെ 35 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണ്. ഞാൻ കണ്ടിട്ടുള്ളത് മെയിൻലി ഒരു ബന്ധത്തിൻ്റെ കെട്ടുറപ്പില്ലാത്ത കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ കൂടുതലും ഇങ്ങനത്തെ ട്രാപ്പുകളിൽ ചെന്നപ്പെടുന്നത്. ഒരു കുട്ടിയെ വോളണ്ടറി ആയിട്ട് പോയിട്ട് ഒരു പെർഫ്യൂം മേടിക്കുന്ന ലാഘവത്തോടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എനിക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം, ഒരു ഡ്രസ്സ് മേടിക്കുന്നു, ഒരു ബുക്ക് മേടിക്കുന്നു പറഞ്ഞ ലാഘവത്തിൽ ഒരിടത്തും പോയി ഇത് കിട്ടുന്നില്ല. കാരണം ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ എ ലീഗൽ മാനർ. ഇത് എവിടെയോ ഹിഡൻ പോക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് പല വ്യക്തികൾ വഴിയെ കൈമാറിയാണ് നമ്മളിലേക്ക് എത്തുന്നത്, അതും ഇല്ലീഗൽ ആയതുകൊണ്ട്. ആ ഒരു തേടിപ്പോകാൻ ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രേരണ അധികപക്ഷവും ഞാൻ കാണുന്നത് ഒറ്റപ്പെടലിലൂടെയാണ്. താൻ ഒറ്റപ്പെടുന്നു, തനിക്ക് തൻ്റെ കാര്യങ്ങൾ പറയാൻ ആളില്ല, കുടുംബ ബന്ധങ്ങളിൽ ഗ്രിപ്പില്ല. നമ്മളിപ്പോൾ കാണുമ്പം അതിലൊരു ചെറിയ കമ്പാരിസൺ ചെയ്യേണ്ടി വരും. റേറ്റ് ഓഫ് ഡിവോഴ്സ് എത്രത്തോളം കൂടി. അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഒരു ഗ്രിപ്പില്ലാതെ വരുന്ന ഈ കുഞ്ഞ് തൻ്റെ ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് മറ്റ് ബന്ധങ്ങളിൽ പോയി പെടും. ഈ ബന്ധത്തിലാണ് ഈ പറഞ്ഞ പെഡലറുടെ ഈസി റീച്ച് ഇരിക്കുന്നത്. സോ ദേ ക്യാൻ അക്സസ് ദ സ്റ്റുഡൻറ്റ് ഓർ ഹൂവർ. ഇപ്പോൾ ഒരു ചെറിയ ഇത് പറയാനാണെങ്കിൽ, ഞാൻ പേഷ്യൻ്റ് എന്ന് പറയാൻ താല്പര്യപ്പെടില്ല, എൻ്റെ യങ്ങസ്റ്റ് കൺസൾട്ടിങ്ങിന് വന്ന ഒരു കുട്ടിയുടെ ഏജ് 10 വയസ്സാണ്. 10 വയസ്സുള്ള ഒരു കുട്ടി ഇത് എവിടെ നിന്നാണ്, ഇത് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ കൺസ്യൂം ചെയ്തത്? സോ ആരോ ഒരാൾ ഇത് വന്നിട്ട് ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷേ ആ കുട്ടിയുടെ പശ്ചാത്തലത്തിലും ഈ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റിയിലാണ് കുട്ടി എത്തിയിരിക്കുന്നത്. ആ പർട്ടിക്കുലർ കേസിൽ 16 വയസ്സുള്ള സഹോദരൻ ഉപയോഗിക്കുന്നത് മറയ്ക്കാൻ വേണ്ടി സഹോദരൻ ഈ കുട്ടിയെ പാടിക്കാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പം യൂസ് ചെയ്യുന്ന കനാബീസ് തുടങ്ങുന്ന ഒരു ഹാബിറ്റ് ഒരു 10 years മേലോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പൊതുവേ പറയാനുള്ളത്, നമ്മളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ഒന്ന് മുൻപിൽ ഉള്ള മാതിരി മുൻ ജനറേഷൻ പോലെ നമ്മൾക്ക് കൂട്ടുകുടുംബമില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനുള്ള സാധ്യതയില്ല. ബോത്ത് പേരൻസ് ആർ വർക്കിംഗ്. ഈ പറഞ്ഞ ഒരു നമ്മളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഓടുന്നതിനിടയിൽ നമ്മളുടെ ശ്രദ്ധ ക്വാളിറ്റി ലിവിംഗ് എന്ന് നമ്മൾ കാണുന്ന ഒരു ക്വാളിറ്റി ലിവിംഗ് ഉണ്ടല്ലോ പേരൻ്റൽ ആംഗിളിൽ, ആ ക്വാളിറ്റി ലിവിംഗ് കൊടുക്കാൻ നോക്കുമ്പം നമ്മുടെ ക്വാളിറ്റി ടൈം വിത്ത് കുഞ്ഞുങ്ങൾ കുറഞ്ഞു. പക്ഷേ ഇത് ബന്ധങ്ങളുടെ കെട്ടുപാട് എന്ന് പറഞ്ഞതിനേക്കാളും ഇപ്പോൾ BTS ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം കുട്ടികളുണ്ട്. ഇവർക്കൊരു രസത്തിനും നേരം പോക്കിനും വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. മിക്ക കുട്ടികൾ ഇതിന് അഡിക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഒരു പാർട്ടി മോഡ് അല്ലെങ്കിൽ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ വലിക്കുന്ന കുട്ടികളാണ് നമ്മൾ പൊതുവെ നഗരത്തിലൊക്കെ അത് പിന്നെ അഡിക്ഷനിലേക്ക് എത്തും അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ബാക്കിയുള്ള എന്ത് ഒരു സ്വഭാവവും നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടെന്നാക്കാം. ദർ ഇസ് സം എമൗണ്ട് ഓക്കെ എത്രയെന്നുള്ളിടത്ത് എക്സെപ്റ്റ് ഫോർ ചിലർക്ക് ഇത്ര മണിക്ക് ഗ്യാപ്പിൽ ചായയും കാപ്പിയും കിട്ടിയേ തീരുള്ളൂ. പക്ഷെ അതുപോലെ നമുക്ക് ഒരുവിധം ശരിയാക്കി എടുക്കാം. വേണ്ടെന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കൊടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഡ്രഗ്സ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ശരീരം ഡിമാൻഡ് ചെയ്ത് തുടങ്ങും. ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചാൽ എൻ്റെ ശരീരം സമ്മതിക്കണ്ടേ? ഈ അഡിക്ഷന് ആ വ്യക്തിയെ പുറത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുണ്ടല്ലോ, ആ കുട്ടി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നു, ആൺകുട്ടിയാണെങ്കിലും പല രീതിയിൽ മുതലെടുക്കപ്പെടുന്നു. ഒരു പെഡലറായി ആ കുട്ടിയെ ചിലപ്പോൾ ഉപയോഗിക്കും. ഈ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി കൺസ്യൂം ചെയ്യുന്ന വ്യക്തിയാണ് അവർ പെഡലറാക്കുന്നത് ഫർദർ. ഇതൊരു ചെയിൻ ആക്ഷനിൽ അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു പ്രവണത നിർത്തണമെങ്കിൽ കൺസ്യൂമേ ചെയ്യണ്ട, ഒരു ട്രയൽ വേണ്ട എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അത് വേണമെങ്കിൽ ഈ കുട്ടിക്ക് സംസാരിക്കാൻ കൂട്ടുണ്ടാവണം. ഒന്നാമത് പഴയ പോലെ നമ്പർ ഓഫ് കിഡ്സ് ആർ ലെസ്. പണ്ടത്തെ പോലെ 8-10 പിള്ളേരൊന്നുമില്ല, 1 കൂടിപ്പോയ 2 സർക്കാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ 1-2 പിള്ളേരുള്ളിടത്ത് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ്, കുടുംബ ബന്ധങ്ങളോട് അടുക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ പലപ്പോഴും നമ്മളെ പിന്തിരിപ്പിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലീൻ ഓൺ ചെയ്യാൻ ആരുമില്ല. അച്ഛനും അമ്മയും പല തിരക്കുകളിൽ. ഇപ്പോൾ പല സ്ഥലത്തും നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അച്ഛനും അമ്മയും 2 കുട്ടികളുള്ള ഒരു കുടുംബം വരുന്നു എന്ന് വെച്ചോ, നോക്കിക്കഴിഞ്ഞാൽ 4 പേരുടെയും കയ്യിൽ ഫോണുണ്ട്, 4 പേര് ഇതുമേലെ നോക്കിയിരിക്കണേ. മെനു നോക്കുന്ന ഒരു ഫ്ലാഷ് മാത്രമേ ഉള്ളൂ. വല്ല നോർത്തിയുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളുടെ തലയിലേക്ക് ഏൽപ്പിക്കും, നീ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് തുടങ്ങും. ഓക്കെ, ഇതിപ്പോൾ ലീഗലാക്കണമെന്ന് വരെ പറയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പെഡ്ലർ അല്ലെങ്കിൽ കാരിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇൻകം എന്ന നിലയിലല്ലേ ഇപ്പം മിക്ക കുട്ടികൾ ഇത് ക്യാരി ചെയ്യുന്നത്. ചിലർ ഉപയോഗിക്കത്തില്ല, പക്ഷേ കാരിയേഴ്സാണ്. ഞാൻ ഇതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്റ്റ് പറയാം. ഇപ്പം മാം പറഞ്ഞതുപോലെ എല്ലാവരും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല, പ്രത്യേകിച്ചും ടീനേജിലൊക്കെ എത്തുമ്പോൾ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. ആ ഭയങ്കരമാകുമ്പോൾ നീ ഒരു ആൺകുട്ടിയല്ല, ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കിതൊന്ന് ബ്രേക്ക് ദ റൂൾസ് എന്ന് പറയുന്ന സാധനത്തിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ തോന്നുന്ന പ്രായമാണ്. അങ്ങനെ ഒരു രസത്തിന് റൂൾസ് ബ്രേക്ക് ചെയ്ത് ഇതിലേക്ക് വരുന്നവരാണ് പൊതുവേ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഫാമിലിയിൽ നിന്ന് വരുന്നവർ. പിന്നെ കുട്ടികൾ നമ്മൾ വിചാരിക്കണ മാതിരിയല്ല, അവർക്ക് കുറേ കാര്യങ്ങൾ രഹസ്യമായിട്ട് വെക്കാൻ പറ്റും. അമ്മമാരൊക്കെ പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഞാൻ അറിയാത്ത ഒരു കാര്യമില്ല എന്ന്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മ അറിയുന്നത്. കുട്ടികൾക്ക് അതിനുള്ളൊരിതുണ്ട്. പിന്നെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തൊക്കെയാണ് ഈ സാധനം അവൈലബിൾ ആയിരുന്നത്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിനടുത്തൊക്കെയുള്ള സ്കൂളുകളിലൊക്കെ തന്നെ ആയിരിക്കും പഠിക്കുകയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഒരു വീട്ടിൽ തന്നെ 3 കുട്ടികൾ 3 സ്കൂളിലൊക്കെയാണ് പലയിടത്തും പോകുന്നത്. അപ്പോൾ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ അത്രയും ദൂരത്തൊക്കെ അവിടെയൊക്കെയാണ് ഈ പോക്കറ്റ്സ് ഉള്ളത്. ഇതൊന്നും അങ്ങനെ സ്കൂളിലെ ടീച്ചേഴ്സിനും കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ പോക്കറ്റ്സ് എവിടെയാണ്. കാരണം സ്കൂളിൻ്റെ പരിസരത്തൊന്നും ഈ സാധനം കാണാനേ ഇല്ല. അപ്പോൾ ഇവർക്ക് ഈ കുട്ടികളറിയാം. പലപ്പോഴും ഇവിടെ നമ്മൾ കൊച്ചിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവം, ഈ ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ടർഫ് പോലത്തെ സ്ഥലങ്ങൾ, പ്ലേ ഗ്രൗണ്ട്സ്, അവിടെയൊക്കെ കളിക്കാൻ പോകുന്ന കുട്ടികളെ ചെറിയ രീതിയിൽ, പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആദ്യം തന്നെ വാ കുട്ടി എന്ന് പറഞ്ഞിട്ട് MDMA എടുത്ത് കൈ കൊടുത്തിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ചെറിയ രീതിയിൽ ഇവർക്ക് ബിസ്ക്കറ്റിലും ഒക്കെ ചേർത്തിട്ട്, അതുപോലെ ഇപ്പം നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഇൻസിഡൻറ്റിൽ ബീഹാറിൽ ഒരു പയ്യൻ കൊണ്ടുവന്ന ബാങ്ക് ചേർത്ത് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് അവൻ്റെ വീട്ടിൽ വെച്ചു. വീട്ടിൽ അനിയത്തിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു നൈറ്റ് ഓവർ ഉണ്ടായിരുന്നു. പിള്ളേർ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ച് ഭയങ്കര സീരിയസ് ആയി ആസ്റ്ററിലെക്കാനും ബിസ്ക്കറ്റ് അല്ലേന്ന് വിചാരിച്ച് കഴിച്ചതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത് കുട്ടികളെ ട്യൂൺ ചെയ്യാനുള്ള സാധനമാണ്. ഈ രീതിയിലേക്ക് ഇങ്ങോട്ട് അഡിക്ഷനിലേക്ക് കൊണ്ടുവരാം. നമ്മൾ സിന്തറ്റിക് മെഡിസിൻസും സിന്തറ്റിക് സബ്സ്റ്റൻസ് മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തിനാണ് പറയുന്നത്, നമ്മൾ ഈ വൈറ്റ്നറില്ലേ, വൈറ്റ്നർ ചൂടാക്കിയിട്ട് മണക്കുന്ന ആൾക്കാരുണ്ട്. എക്സ്പെക്ടോറൻറ്റ് എടുത്തിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, കൂടുതലാണ്. പിന്നെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ ഇപ്പം നിമാൻസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കേസുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇപ്പം 10 വയസ്സ് 11 വയസ്സുള്ള കുട്ടികൾ വരും. ഇവർ ഈ പാൻപരാഗൊക്കെ പോലത്തെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ വീട്ടിലിപ്പോൾ ലോറിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉപയോഗിച്ചു, മുതിർന്നവർ ഉപയോഗിച്ച് അങ്ങ് ഇടുന്ന പാക്കറ്റുകൾ ഈ കുട്ടികളെടുത്ത് ഇതെന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഈ അമ്മമാരിൽ വലിയൊരു ഭാഗം ഭയങ്കര ഇഗ്നോറൻസ് ഉള്ള കൂട്ടത്തിലാണ്. എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്താലും ശരി. പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെ അമ്മ പറയും
കൂട്ടുകാരൻ്റെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയത്. കറക്റ്റ്. ഒരാൾ പോലും സ്വന്തം മകൻ്റെ ഇത് എടുക്കാൻ തയ്യാറാവില്ല. നമ്മൾ പല വീടുകളിലും രാത്രിയിൽ ഈ കുട്ടികൾ ഇത് കിട്ടാതെ അഗ്രസീവായി അച്ഛനെയും അമ്മയൊക്കെ കൊല്ലാൻ വരെ അങ്ങനെ നിൽക്കുമ്പോൾ പിടിച്ച് കെട്ടിയിട്ടൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. 15, 16, 17 വയസ്സുള്ള കുട്ടികളെയൊക്കെ. കുട്ടികളിൽ തന്നെ നമുക്ക് അവരെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും നമ്മുടെ സോഷ്യലി പോലും അങ്ങനെ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയെ അങ്ങ് ഒഴിവാക്കുക, അങ്ങനെയൊക്കെയാണ്. ഈ ഒരു സാധനം നമ്മൾ സോഷ്യലി അവരുടെ ഒരു ഫിനാൻഷ്യൽ പോലും ഇതിനെ ബാധിക്കുന്നില്ല പല വീടുകളിലും. നമ്മൾ വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ഫാമിലി എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് പോലും കുട്ടികളിങ്ങനെ പോകുന്നുണ്ട്. ഇതിപ്പോൾ കുട്ടികളെ കൂടുതൽ ഈ ആവേശം പോലുള്ള സിനിമകൾ ഭയങ്കരമായിട്ട് അല്ലേ അവർ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവേശത്തിൽ തന്നെ നമ്മൾ ഈ ഫുള്ള് ഡ്രിങ്ക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, കുട്ടികളെ മുതിർന്നവരാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ മീഡിയാസിന് ഇതിൽ എത്രത്തോളം സ്വാധീനമുണ്ട്? മീഡിയാസിന് ആക്ച്വലി നല്ല രീതിക്ക് തന്നെ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ വിഷ്വൽ കണ്ടൻറ് ഓർ ക്രിയേറ്റീവ് കണ്ടൻറ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു തെറാപ്പി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഇൻഡയറക്റ്റ് ഇൻ്റർവെൻഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആർട്ട് തെറാപ്പി, അതേപോലെ തന്നെ മീഡിയ ഉപയോഗിച്ച് അങ്ങനെ പല പല സാധനങ്ങളും നമ്മൾ അവരെ അവെയർ ആക്കാനും എല്ലാം. അവെയർ ആക്കാൻ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അവരിലേക്ക് എത്തിച്ചേരാനും പറ്റും. അതേപോലെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റും ആ മീഡിയയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഇത് നോർമലൈസ്ഡ് ആണ് എന്നുള്ള സംഭവം. അതായത് ഇപ്പോൾ ആവേശത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോളേജിലോട്ട് പോവുകയാണെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളൊരു കൾച്ചർ, ഈ K-pop കൾച്ചർ എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യണമെങ്കിൽ അവർ എന്താണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഞാൻ പോകണം എന്നുള്ള ആ ഒരു സാധനം. ഇല്ലെങ്കിൽ ഇവർ നമ്മൾ ഫോമോ എന്ന് പറയുന്ന സാധനം, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളൊരു ഒറ്റപ്പെടുത്തുക. അപ്പൊ എനിക്കിപ്പോ ബിലോങ്ഡ് ആവണം, അല്ലെങ്കിൽ എനിക്ക് അവരുടെ കൂട്ടത്തിൽ ഞാനും ഒരാളാണെന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഒന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഈ ഫിലിംസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫിലിംസ് അങ്ങനെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ഡിസ്കഷനിലേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് TV കാണുവാണെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഒരു വിഷ്വൽ വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ആക്ച്വലി എൻ്റെ മോനോട് സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. കാരണം ആവേശം ശരിക്കും ഒരു ആവേശം തന്നെയാണ്, അത് ആ ഒരു രീതിക്ക് മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ എന്നുള്ളത്. അതിന് നമ്മൾ അങ്ങോട്ട് ശിരസായിട്ട് അങ്ങനെ വഹിക്കരുത് എന്നുള്ളൊരു സംഭവമുണ്ട്. സോ ദിസ് ഇസ് ഇൻ മൂവി, ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ്. നമ്മുടെ ഒരു സംഭവം അത് എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം അതിനെ കാണുക, അതിൽ നല്ല വശങ്ങൾ എടുക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനെ അവെയറായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഇത്രയും മനസ്സിലാക്കി കൊടുക്കാൻ ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ സ്കൂൾ തലത്തിലൊക്കെ നടത്തണം അല്ലേ? അല്ലാതെ എല്ലാ പാരന്റ്സിനും ഇതുപോലെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തി ഉപദേശിക്കാനുള്ള ഒരു റാപ്പ് ഉണ്ടാവില്ല. നമുക്ക് കോൺസ്റ്റന്റ്ലി കുട്ടികളെ മോണിറ്റർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ മാം പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലെ ഗ്രൂമിംഗ് അല്ല, അതല്ലാണ്ട് കുട്ടികളുടെ ട്രസ്റ്റ് പിടിച്ചു പറ്റുക. അത് നമ്മൾ എപ്പോഴും പലപ്പോഴും വിചാരിക്കും നമ്മൾ ഔട്ട്സൈഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്ട്രേഞ്ചേഴ്സിൽ നിന്നാണെന്ന്. പക്ഷെ അങ്ങനെ അല്ല, അതുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികൾ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തി, വീട്ടിലോട്ട് സ്വാതന്ത്ര്യത്തോടെ കയറി വരുന്ന വ്യക്തികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ അടുത്തേക്കുള്ള ആക്സസ് ഉള്ളതും അവർക്ക് ട്രസ്റ്റ് ഉള്ളതും. അപ്പോൾ ഇത് ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ടാക്റ്റിക്കാണ് അവരെ വിൻ ചെയ്യാനും. അപ്പോൾ പല കുട്ടികൾക്ക്, ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന NGO ചൈൽഡ് വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ബാലപീഡനത്തിനെതിരെ അവയർനെസ് കൊടുത്തു വരുന്നതും ക്ലാസ്സുകളും ഇന്റർവെൻഷനും ചെയ്യുന്ന ഒരു NGO ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത് എപ്പോഴും വീട്ടുകാർ തുറന്ന ആക്സസ് കൊടുക്കുന്നത്. പല കേസിലും വീട്ടുകാർക്ക് അറിവില്ല, അവരെ ഫുള്ളായിട്ട് കുറ്റം പറയാനും പറ്റില്ല. ചിലതൊക്കെ ഒരു വൾണറബിൾ ആയിട്ടുള്ള, മാം പറഞ്ഞ പോലെ വൾണറബിൾ സിറ്റുവേഷനിൽ വരുന്ന ഫാമിലീസിൽ കൂടുതലാണ് ഇത് വരുന്നത്. എന്നാൽ അത് മാത്രം പറയാനും പറ്റില്ല. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബാഗ് നമ്മൾ പരിശോധിക്കുക, അല്ലെങ്കിൽ അവരുടെ റൂമിൽ ഈ വക വസ്തുക്കൾ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ഇവരെ നെഗറ്റീവായിട്ട് ഇവർ റിബലായി മാറൂലേ നമ്മൾ ഇവരെ കോൺസ്റ്റന്റ്ലി ചെക്ക് ചെയ്യണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും? അതിന് നല്ല രീതിക്കുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ദിവ്യ പറഞ്ഞ പോലെ മറ്റേ ടീനേജ് കുട്ടികളാണെങ്കിൽ എന്നെ കോൺസ്റ്റന്റ്ലി ചെക്ക് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. എന്തിനാണ് അത് അമ്മ അങ്ങനെ ചെയ്യുന്നത്, എന്നെ വിശ്വാസമില്ലേ? അത് അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു ഇമേജും കാര്യങ്ങളെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യം വളരെയധികം ഉണ്ട്. നേരെ മറിച്ച് അവരോടുകൂടി
വേണ്ടി തന്നെ സംസാരിച്ച് ഇത് അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും ഒരു ടാക്റ്റിക്കിലൂടെ അത് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കോൺസ്റ്റൻ്റ്ലി എൻ്റെ കുട്ടിയുടെ ഞാൻ ചെക്ക് ചെയ്യുന്ന ആളല്ല, പക്ഷേ എന്നിരുന്നാലും ഞാനിപ്പോൾ അവൻ വരുന്ന സമയത്ത് ഇപ്പോൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കും. അപ്പോൾ ഞാൻ ബുക്സ് എല്ലാം കൂടി എടുത്ത് പുറത്തേക്ക് വെക്കാറുണ്ട് ആക്ച്വലി. അപ്പോൾ അതൊരു രീതിയാണ് കാഷ്വലി, ഞാനിപ്പോൾ ഇതിനു വേണ്ടി നോക്കുന്ന ആളല്ല, നമ്മൾ അവരുടെ കൂടുതലായിട്ട് സംസാരിച്ച ഒരു നയപരമായി പോവുക ഹെൽത്ത് ഇഷ്യൂലേക്ക് വരുമ്പോ ഈ ഡ്രഗ് അഡിക്ട്സ് ആയ കുട്ടികളെ നമ്മൾ ഡി അഡിക്ഷൻ കൊണ്ടുപോവാ, അതിന്നൊരു തിരിച്ചൊരു വരവുണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? അതായത് നമ്മളിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഒരു ഇൻസെക്യൂർ ഫാമിലി എന്ന് വരുന്ന മാഡം പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. കാരണം ഇൻസെക്യൂരിറ്റിയും ഒരു പ്രശ്നമാണ്, പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ, രണ്ട് കാര്യങ്ങളും ഇവരെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കും. ഈ തിരിച്ചു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പോൾ ഈ ഡി അഡിക്ഷന് കൊണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ഡി അഡിക്ഷനിൽ കൊണ്ടാക്കിയാലും നമ്മളൊരു ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായും തിരിച്ചു വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞാൻ ആശുപത്രിയിൽ ഒരിക്കൽ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഒരു 20-22 വയസ്സ് അത്രയേ ഉള്ളൂ, 23 വയസ്സ് അങ്ങനെ എന്തുള്ള ഒരു പയ്യൻ വന്നു. അവൻ്റെ കൈയൊക്കെ അവൻ ഇവിടം തൊട്ട് ഇവിടെ 2 കൈയും കീറി മുറിച്ച് ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും സ്വന്തം കൈയെ അത്രയും ഡെപ്തിൽ ആൾ കീറി മുറിച്ചിരിക്കുകയാണ്. അത് ആ ഡ്രഗ്സ് കഴിച്ചിരുന്ന ആൾക്കത് കിട്ടാതെ വന്നിട്ടുള്ള വിഡ്രോവലിൽ ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഒരു ഇൻസെക്യൂർ ഫാമിലി എന്ന് വരുന്ന മാഡം പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. കാരണം ഇൻസെക്യൂരിറ്റിയും ഒരു പ്രശ്നമാണ്, പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ, രണ്ട് കാര്യങ്ങളും ഇവരെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കും. ഈ തിരിച്ചു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പോൾ ഈ ഡി അഡിക്ഷന് കൊണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ഡി അഡിക്ഷനിൽ കൊണ്ടാക്കിയാലും നമ്മളൊരു ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായും തിരിച്ചു വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞാൻ ആശുപത്രിയിൽ ഒരിക്കൽ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഒരു 20-22 വയസ്സ് അത്രയേ ഉള്ളൂ, 23 വയസ്സ് അങ്ങനെ എന്തുള്ള ഒരു പയ്യൻ വന്നു. അവൻ്റെ കൈയൊക്കെ അവൻ ഇവിടം തൊട്ട് ഇവിടെ 2 കൈയും കീറി മുറിച്ച് ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും സ്വന്തം കൈയെ അത്രയും ഡെപ്തിൽ ആൾ കീറി മുറിച്ചിരിക്കുകയാണ്. അത് ആ ഡ്രഗ്സ് കഴിച്ചിരുന്ന ആൾക്കത് കിട്ടാതെ വന്നിട്ടുള്ള വിഡ്രോവലിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അയാൾ എന്താ ചെയ്യാന്ന് അയാൾക്ക് തന്നെ പറയാൻ പറ്റില്ല, അത് അയാളുടെ കൺട്രോളിലല്ല അത്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇയാളുടെ കൂടെ ആരും ഇല്ല. അപ്പം നമ്മൾ ഇപ്പം ഇയാളോട് സംസാരിച്ചു, അപ്പം ഇത് സൂച്ചർ ചെയ്താലും ഇയാളെ നമുക്കവിടെ അത്രയ്ക്കും ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ അത് ചെയ്യാനുള്ളൊരു സൗകര്യമില്ല. കാരണം അത്ര ഡീപ്പ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് അടുത്ത സെൻറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ ഇപ്പം ഇയാളുടെ ആരെങ്കിലും ഒരാൾ വേണം. നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊരാളെ അവിടെ അതും ഒരു സെൻറ്ററിൽ വിട്ടിട്ട് പ്രയോജനമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഇയാൾ പറഞ്ഞ് ഇയാളുടെ അമ്മയുടെ നമ്പർ തന്നു. അമ്മയുടെ നിന്ന് അയാൾ പറയുന്നു ആ സ്ത്രീയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞ വേർഡ് ഇങ്ങനെയാണ്: ഞാൻ വർഷങ്ങളായിട്ട് അവനെ ഉപേക്ഷിച്ചതാണ്, അവനെ നേരെയാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഡോക്ടറെ, അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഞാനൊരു അമ്മയാണ്, എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. കാരണം സ്വന്തം അമ്മ തന്നെയാണോ? പക്ഷെ അത് സ്വന്തം അമ്മ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, കാഞ്ഞിരമറ്റത്ത് ഒരു അമ്മ കിണറ്റിൽ ചാടി മരിച്ചു. കിണറ്റില് അമ്മ ചാടുന്ന സീൻ കണ്ടിട്ട് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ര 3/4 മണിക്കൂറോളം. ഇവൻ ആരെയും അറിയിച്ചിട്ടില്ല, എന്ന് രക്ഷിക്കാനൊട്ട് ശ്രമിച്ചിട്ടില്ല. പിന്നെയാണ് അറിയുന്നത് ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിന്നൊക്കെ. അപ്പൊ ആ ഒരു തരത്തിലേക്ക് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എപ്പോഴും ഇൻസിഡൻസ് കാണാറുണ്ടല്ലോ. നമ്മൾ പത്രത്തിൽ എപ്പോഴും കാണും. കഴിഞ്ഞ ആഴ്ച എന്തോ ഉണ്ടായിരുന്നില്ലേ, അമ്മയെ കത്തി വെച്ച് കഴുത്തിൽ ഇതാക്കി. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. കാരണം ചിലപ്പോൾ ദേഷ്യം വന്ന് അവരെ തള്ളിയിട്ട് കഴിഞ്ഞാൽ അമ്മ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. പക്ഷെ ആള് ഇതൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. കാരണം അവർക്ക് ആ ഒരു നോർമൽ സാധാരണ നോർമലി ഒരാൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഈ അമ്മ അങ്ങനെ പറഞ്ഞ പിന്നെ അവസാനം നമ്മള് എന്താ പറയാ, നമുക്ക് വേറെ നിവൃത്തിയില്ല, അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആളെ കയറ്റിവിടും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ഇവര് പല പ്രാവശ്യം ശ്രമിച്ചു കാണുമായിരിക്കും, എന്നിട്ടും ശരിയാക്കാൻ പറ്റണില്ല. പിന്നെ ഇവര് ഒറ്റയ്ക്കൊരു അമ്മയാണ്, അതായത് ഈ കുട്ടിക്ക് അച്ഛനില്ല, അപ്പൊ ഒരു സിംഗിൾ മദറാണ്, ബ്രോക്കൺ ഫാമിലി. അപ്പൊ ആ അമ്മയ്ക്ക് ഈ കുട്ടിയെ വളർത്താൻ വേണ്ടി അമ്മ അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അങ്ങനത്തെ ഫാമിലിയിലും അതൊരു വലിയ പ്രശ്നം വരും. കാരണം എന്താ വെച്ചാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാ സ്ത്രീകളും സ്വയം പര്യാപ്തമായി ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തന്റേടെ ഉള്ളവരല്ല. പിന്നെ ഇപ്പൊ അവർക്ക് എന്താ പറയാ, ഫിനാൻഷ്യലി അവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാലും മാനസികമായിട്ട് അവർക്ക് ഒരു സപ്പോർട്ട്, അതെ മാനസികമായിട്ട് അവരൊരു എന്താ പറയാ, ഒരാളില്ല സപ്പോർട്ടിന് എന്ന് വരുമ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് വരുന്ന കുറെ ഫ്രസ്ട്രേഷൻസ്. അപ്പൊ ഇപ്പൊ പലപ്പോഴും വീട്ടിലെ കുട്ടികള് 2 പാരന്റ്സും ഇല്ലാതെ ഒരു പാരന്റ് മാത്രമാവുമ്പോഴും പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യങ്ങളും ആ ഒരു പാരന്റ് തന്നെ നോക്കണം. അപ്പൊ പലപ്പോഴും അവർക്ക് എന്താ പറയാ, ഇവരുടെ ആ ഒരു എല്ലാ കുട്ടികളാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞ അമ്മമാര് പറഞ്ഞതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അത് പെൺകുട്ടികളും വ്യത്യാസം അതിലെനിക്ക് ജെൻഡർ. അപ്പൊ നമുക്ക് പെൺകുട്ടിയുടെ കൂട്ടത്തിലുള്ള യൂത്തിനെ റെപ്രസെന്റ് ചെയ്ത ആളോട് ചോദിക്കാം, ഇങ്ങനെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് കണ്ടിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉണ്ടാവും അല്ലെ ഒരു കോളേജ് ലെവലില്? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഓക്കെ, എനിക്കിവിടെ പറഞ്ഞ പല പോയിന്റ്സ് പല രീതിയിൽ ചിന്തിക്കുമ്പോൾ ശരിയാണ്. ഇപ്പോൾ എന്താ പറയാ, ഇൻസെക്യൂരിറ്റീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ കൂടുതലും നോക്കുന്നത് റിയൽ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഒരു മീഡിയം കണ്ടെത്തുക. അത് താൽക്കാലികം ഒരു എസ്കേപ്പിസം ആണ്. അത് ഫ്യൂച്ചറിലോട്ടൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അപ്പോഴത്തെ ഹാപ്പിനെസ് അപ്പോൾ തന്നെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക, വേറെ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതിന് എന്ത് മീഡിയ അവരെടുക്കും, അങ്ങനെ ഹാപ്പി ആവാൻ വേണ്ടി കണ്ടെത്തുന്നത് കൂടുതൽ ഓരോന്ന് അനുഭവിച്ചു വരുമ്പോ അതിന്റെ അപ്പുറത്തേക്കുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം ഒരു ആഘോഷമാക്കുക എന്നതാണ് പലരുടെയും ഒരു പോളിസി. അതായത് നാളേക്ക്, പണ്ടത്തെ തലമുറ അങ്ങനെയല്ല, നാളേക്ക് ഈ മൊമെന്റിൽ ജീവിക്കുക, ലിവ് ഇൻ ദ മൊമെന്റ്. അതാണ്. അപ്പൊ പലരും പറയാറുണ്ട്, ഇപ്പൊ ഈവൻ ഒത്തിരി പേര് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, നാളെ എന്താ നമുക്കറിയില്ല. അപ്പൊ ഈ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് മാക്സിമം ആഘോഷിക്കുക. അതെ. അപ്പൊ നമ്മൾ ഈ ആഘോഷമാക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് തന്നെ ഒരു മോശമാവുന്നു എന്നുള്ളത് ചിന്തിക്കുന്നില്ല. പിന്നെ ഇവർക്കൊക്കെ ഒരു വെസ്റ്റിലേക്ക് നോക്കാനുള്ള ഒരു ത്വരയുണ്ട് അല്ലെ, വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യാനായിട്ട്. ഇപ്പൊ തന്നെ ഇവിടെ എറണാകുളത്ത് കഴിഞ്ഞ വർഷം ഇതേ ബോൾഗാട്ടിയിൽ കാപ്പ കൾച്ചർ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടത്തുന്നുണ്ടായി, ഒരു 4 ദിവസം. കേട്ടിരുന്നു. കാപ്പ കൾച്ചർ എന്ന് പറഞ്ഞാൽ വെസ്റ്റിലുള്ള കുറെ കാര്യങ്ങൾ, കുറെ സ്റ്റോളൊക്കെ ഇട്ട് എല്ലാം ഉണ്ട് അതിനകത്ത്. ഹിപ്പി കൾച്ചർ എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു സാധനം. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇതിന്റെയൊക്കെ അതിപ്രസരമൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി എടുക്കുന്നതാണ്. പിന്നെ അതിലോട്ട് ഫുള്ളി ഇൻവോൾവ് ആയി പോകുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ആ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് പിന്നെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ട്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുകളുണ്ട്. പിന്നെ അതിലൊരു അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിന് തിരിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടംമാതിരി പിള്ളേരും ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വരാനും പറ്റുന്നില്ല. മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന, അപ്പൊ അവര് നമ്മളിത് ചെയ്യാൻ തയ്യാറല്ല, അല്ലെങ്കിൽ നമ്മൾ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അത് യൂസ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ അവരങ്ങനെ കാണുമല്ലോ, ഇങ്ങനെ കാണുമല്ലോ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവര് പയ്യെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ആ ജേർണി. വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ ഞാൻ പല പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പത്രത്തിലൊക്കെ, ഒത്തിരി മെഡിക്കൽ സ്റ്റുഡൻസിനെയൊക്കെ ഇതുപോലെ ഈ യൂസ് ചെയ്ത്, അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും അതെ. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഈ ഏത് കരിക്കുലം, ഇപ്പൊ MBBSന്റെ കരിക്കുലം എന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ ചെല്ലുമ്പോ തൊട്ട് നമുക്ക് എക്സാംസ് ആണ്. അപ്പൊ ഒരു എക്സാം കഴിഞ്ഞു അടുത്ത എക്സാം ഇങ്ങനെ. പക്ഷെ അപ്പൊ ഞാൻ 1-2 പേരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇത് യൂസ് ചെയ്താല് അവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ആണ്. പിന്നെ അതുപോലെ എനർജി ലെവൽ ഭയങ്കര ഹൈ, ഉറങ്ങാതിരിക്കാൻ പറ്റും. അപ്പൊ അതെ. അപ്പൊ അതുകൊണ്ട് ആ എനർജി ലെവൽ ഹൈ ആണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ അത് ഞാൻ പറഞ്ഞ ലിവ് ഇൻ ദ മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് ഒരു ആവശ്യം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ എന്നുവെച്ചാൽ അത്രയും ഉറക്കൊളിച്ച് പഠിച്ചാലേ നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും കോൺസെൻട്രേഷൻ വേണം. അപ്പൊ അതിനു വേണ്ടി യൂസ് അങ്ങനെ ഒരു എന്താ പറയാ, ആ ഒരു കാര്യം കഴിച്ചു കൂട്ടാൻ. അതേ തിയറി തന്നെയാണ് ഈ നൈറ്റ് പാർട്ടീസിലും ഈ രാത്രി മുഴുവൻ ഫുൾ ഓണിൽ നിൽക്കാം. പക്ഷേ ഡോക്ടേഴ്സിന്റെ അടുത്തുള്ള ഒരു സംഭവം കണ്ടിട്ടുള്ളത് അവർ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് അറിയാം ഇത് ഏത് ലെവലിനപ്പുറം പോയാലാണ് ഭയങ്കര ഹാർംഫുൾ ആവുക, അതുവരെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഉപയോഗിക്കാമെന്ന്. പക്ഷെ അങ്ങനെ നടക്കാറില്ല, അവർ കയ്യിൽ നിന്ന് പോകും. ഇപ്പൊ നമുക്ക് തന്നെ സർക്കാർ തലത്തിൽ ഒരുപാട് പദ്ധതികളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി എന്ന് പറയുന്നത്, അത് വളരെ ബേസ് ലെവലിൽ തൊട്ടിട്ടേ നമ്മൾ ഇതിന്റെ ബോധവൽക്കരണവും സംഭവങ്ങളും എല്ലാം ചെയ്യുന്നതാണ്.
ഇത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആണ്, അത് ഭയങ്കര ഇഷ്യൂ ആയി, ആ കുട്ടിയെ നമ്മൾ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കി അവിടുന്ന് ആ കുട്ടി ഓക്കെ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നാട്ടുകാർ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല. ഒരു കുട്ടി ഒരിക്കൽ ഡ്രഗ് അഡിക്റ്റ് ആണോ എന്ന് പിന്നെ ആജീവനാന്ത കാലം അങ്ങനെയാണ്. പെൺകുട്ടിയാണ് ആ ഡ്രഗ് അഡിക്റ്റ് എങ്കിൽ അവരപ്പോഴേ ഉറപ്പിച്ചു അവൾക്ക് ഒരുപാട് സെക്ഷൽ റിലേഷൻഷിപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ 15-16 വയസ്സുള്ള കുട്ടിയായിരിക്കും. അപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ കുട്ടി എത്ര നന്നായി ജീവിക്കാൻ നോക്കിയാലും വേറെ ഇപ്പോൾ ഒരു റിലേറ്റീവിന്റെ കുട്ടിയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കുന്നത് കണ്ടാൽ പോലും പറയും ഓ അവള് നിനക്ക് മയക്കുമരുന്ന് കയറാൻ വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യായിരിക്കും എന്ന് ചോദിക്കും. ഈ രീതിയിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ പോലും വീണ്ടും ആ കുളത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ വേറൊരു സംഭവം നമ്മൾ സ്കൂളുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഗവൺമെന്റ് സ്കൂളുകളിൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അഡ്മിഷന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നൊക്കെ 9 കടക്കില്ല എന്ന് അവർക്ക് തോന്നുന്ന കുട്ടികളെ അവർ TC കൊടുത്ത് വിടാം, അല്ലെങ്കിൽ തോൽപ്പിച്ച് അവിടെ ഇതിൽ കണ്ടക്ട് ഡിസോർഡേഴ്സും ADHD ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. ഈ കുട്ടികള് ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇങ്ങനെ ഒരു കാന്തം പോലെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ കുട്ടികൾക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിപ്രഷൻ ആണെങ്കിൽ നിനക്ക് തിന്നിട്ട് എല്ല് വയറ്റിൻ്റെ കുത്തിയതാണെന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലാണ്ട് കുട്ടികളിൽ വരുന്ന മാനസിക രോഗങ്ങളെ കുറിച്ചും നമ്മൾ അവെയർ അല്ല, ടീച്ചേഴ്സും അവെയർ അല്ല, പേരൻസും അവെയർ അല്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ശരിക്ക് ചെറുപ്പം തൊട്ടേ അവരുടെ ഈ ഒരു സിംറ്റം ഒക്കെ അവരൊരു 10 വയസ്സ് തൊട്ടേ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ചെറുപ്പത്തിലേ കാണിക്കുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാര് പക്ഷെ ഇതൊക്കെ ഈ കുട്ടികൾ കാണിച്ചു തുടങ്ങില്ല. അപ്പോഴേ ഇവർക്ക് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഗൈഡൻസ് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ പൊതുവേ ഇല്ല. അതിപ്പോ എത്ര വലിയ സ്കൂളാണെങ്കിലും ശരി അതില്ല. അപ്പൊ ഈ കുട്ടികൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇവര് ശരിക്കും ഒരു കാന്തം കൊണ്ടെന്ന് വെച്ച പോലെ ഈ ടൈപ്പുള്ള എല്ലാരും കൂടെ പെട്ടെന്ന് അവരെ കൂടിച്ചേരും. പിന്നെ അവര് ഇതിൽ തന്നെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് പോകും. അതിൽ കുറച്ചും കൂടെ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതിന്റെ കച്ചവടം ഒക്കെ തുടങ്ങും, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ കൊണ്ടുവരുന്ന ഇപ്പൊ ഒരു നമ്മൾ പത്രത്തിൽ കാണുന്ന 500 കിലോ കഞ്ചാവ് ഒരുത്തന്റെ കയ്യിൽ നിന്ന് പിടിച്ചു, അല്ലെങ്കിൽ 100 കിലോ പിടിച്ചു, 10 കിലോ പിടിച്ചു, 5 കിലോ പിടിച്ചു. ഈ കിലോ പിടിച്ചവനെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പുറത്തെ എന്തെന്താണെന്നോ ഇത് എവിടുന്ന് വരുന്നു എന്നുള്ളത് ഇല്ല, അറിയില്ല. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ വെച്ച് ആ പിടിച്ചവനിൽ നമ്മൾ നിർത്തുകയാണ്. പക്ഷെ അപ്പോഴും മുകളിൽ ഇരിക്കുന്ന ആൾ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ആവേശത്തിന്റെ കഥ പറഞ്ഞ പോലെ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴാണ് ഗ്ലോറിഫൈ വേർഷൻ ഓഫ് കഞ്ചാവ്, അതൊരു വലിയ സംഭവമായിട്ട് മാറും ഒക്കെ ചെയ്യും. പിന്നെ ഇവർ പറയുന്നുണ്ട് പല രാജ്യങ്ങളിലും ഇത് ലീഗലൈസ് ചെയ്യപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മളുടെ മാത്രം എന്താ നേരത്തെ പറഞ്ഞ കാപ്പ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, അതിനകത്ത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിൽ 18 വയസ്സായ ഒരാള് പിന്നെ അച്ഛനും അമ്മയുടെയും പൈസ എടുത്തിട്ടല്ല വെള്ളം അവര് ഇൻഡിപെൻഡന്റ് ആണ്. അവര് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് വരെ ഉണ്ട്, പേരൻസിന്റെ അടുത്ത് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് വരെ ഉണ്ട്. പിന്നെ അവിടെ ഇപ്പൊ ഒരു പെൺകുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ആസിഡ് ഒഴിക്കാൻ പോകുന്നില്ല. അതൊക്കെ അവിടെ പ്യുവർ മനോരോഗികളെ ചെയ്യുള്ളൂ, പ്യുവർ മനോരോഗികൾ. ഇവിടുത്തെ പോലെ സെമി ആയിട്ടുള്ള ആൾക്കാരല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ അവർ അനുകരിക്കുന്നില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അനുകരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും നമ്മുടെ കംഫർട്ട് സോൺ നോക്കിയിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് മാത്രം. ഇതിപ്പോ ഇതിന്റെ റീഹാബിലിറ്റേഷനിലേക്ക് വരുമ്പോ എങ്ങനെയാ? അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറപ്പീസ് ഉണ്ട്, ട്രീറ്റ്മെന്റ്, മെഡിസിൻ തന്നെ വേണം, അതൊന്നായിട്ടും വേണം, മെഡിസിൻ വേണം, ആൻഡ് തെറപ്പീസ് ഉണ്ട്, പ്ലസ് സോഷ്യൽ സപ്പോർട്ട് ആൻഡ് ഫാമിലി ഇന്റർവെൻഷൻ, ഫാമിലി ആൻഡ് റിലേറ്റഡ് അവരുടെ ഇന്റർവെൻഷൻ ഭയങ്കര. പിന്നെ അതിനകത്തോട്ട് കൊണ്ടുപോയി നമ്മള്. അപ്പം മാഡം ആണെങ്കിൽ ഇപ്പൊ റീഹാബിലിറ്റേഷൻ സെന്റർ ഇതിന് വേണ്ടിയിട്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതില് ഉണ്ടായ എക്സ്പീരിയൻസുകൾ എത്ര പ്രായമുള്ള കുട്ടികളാ വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരാണോ? അല്ല, ഞാനെന്താ പറയണേ, ഈ യങ്ങസ്റ്റ് ഏജ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഈവൻ സർവേ റിപ്പോർട്ട് പ്രകാരവും ഒരു 10നും 16നും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഉള്ള കുട്ടികളാണ് ഇതിനകത്ത് വന്ന് പെടുന്നത്. ഈ വന്ന് പെടുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ പറയുന്ന ഈ മാഡം പറഞ്ഞ തെറാപ്പികളൊക്കെ തന്നെയാണ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ദേ കൺസ്യൂം, ടു വാട്ട് എക്സ്റ്റെൻറ്റ്, എത്ര കാലമായിട്ട് ഇവരുടെ ബ്ലഡിലുണ്ടത്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഈ കുട്ടിയെ ഇങ്ങോട്ട് തന്നിട്ട് പേരൻസിന് ഒരു രീതി കണ്ടിട്ടുണ്ട്, എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ച് തന്നേക്കണം. എനിക്കത് ഇത് കേൾക്കുന്ന പോലെ ഭ്രാന്ത് കയറുന്നൊരു കാര്യം വേറൊന്നുമില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് ഈ ഒരു കുട്ടി നേരെ ആകാശത്ത് നിന്ന് താഴേക്ക് വന്ന പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ആയതല്ല. ഈ കുട്ടി ഈ ലെവലിൽ എത്തിപ്പറ്റാൻ പലരും അതിന് കാരണമായിട്ടുണ്ട്, നല്ല ഒരു റോളിൽ പേരൻസ്. ഓക്കെ, മേജർ റോൾ ഫോർ ദ പേരൻസ്, ദാറ്റ് മീൻസ് ദ ഫാമിലി ചുറ്റുവട്ടം whatever. അതിന് ആ കൊച്ചിനെ അവിടെ വരെ എത്തിച്ചെടുത്ത് ഇതിന് തിരിച്ച് പുറകോട്ട് നമ്മൾ ആ ഏത് പോയിന്റിൽ ഡീവിയേറ്റ് ആയി അവിടുന്ന് ഞാൻ വീണ്ടും ശരിയാക്കണം എന്ന് വിചാരിക്കുന്ന പോയിന്റിൽ
കൊണ്ടുവരാൻ ഈ പറഞ്ഞ ആൾക്കാർക്കും ഇൻവോൾവ്മെന്റ് വേണം. അവർക്കും ഒരു നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്റെ കൊച്ചു ഞാൻ ശ്രദ്ധിക്കാതെ പോയി അവിടെ വീണു എങ്കിൽ അതിനെ വീണതിന്റെ ബാക്കി പത്രം നമ്മൾ നോക്കുമല്ലോ. ആ മുറിവുണക്കാനും മരുന്ന് ഈ കുട്ടികൾ റെസിപ്രോക്കേറ്റ് ചെയ്യോ? അവർ താല്പര്യത്തോടെ തന്നെ ഇരിക്കോ? ഈ ഒരു ഒത്തിരി പേര് അത് താല്പര്യപ്പെടുന്നവരുണ്ട്. ഇപ്പൊ നമ്മളുടെ രക്ഷപ്പെടണം പോലെ തന്നെ ആഗ്രഹമുള്ളവരുണ്ട്. പലതും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിള്ളേർക്ക് രക്ഷപ്പെടണം അവരുടെ ബോഡി കണ്ടീഷനാണ് അവര് വീണ്ടും വീണ്ടും അതിലോട്ട് വലിച്ചഴിക്കുന്നത്, മറ്റുള്ളവര് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. വീണ്ടും ഇമോഷണൽ റീസൺസ് കൊണ്ടാണ് ഈ കുട്ടി വന്നു പെട്ടതെങ്കിൽ അതിലോട്ട് പെടാതിരിക്കാൻ അവരുമായിട്ട് ക്ലോസ് കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത കുടുംബത്തിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ ലിമിറ്റ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ. അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പേരൻസോ സിബ്ലിങ്സോ ആരും കൂടി സഹകരിച്ചാൽ മാത്രമേ ഇതില് അവരും കൂടി ഒന്ന് ഈ കുട്ടിയെ ഒന്ന് നമ്മൾ പിന്നെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ കണ്ടാൽ മതി. കുട്ടികളെ സെക്ഷലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സോ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ആക്സസിബിലിറ്റി ഉള്ള ആൾക്കാരും ഇത് കൊടുത്തിട്ട് ഇപ്പൊ കുട്ടികളെ ട്യൂൺ ചെയ്ത് വെക്കും. അവര് സെക്ഷലി ഇവരെ അബ്യൂസ് ചെയ്യാണ്, അസോൾട്ട് ചെയ്യാണ്, ഇതൊക്കെ ചെയ്യും. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. ഈ കുട്ടികളെ എന്നിട്ട് അവരുടെ ഫ്രണ്ട്സിന് ഇത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ പേരൻസിന് നല്ല പങ്കുണ്ട്. നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ പരിപാടിയൊന്നുമില്ല. അതിനു വേണ്ടി സമയവും അതെന്ത് ചെയ്യുന്നു, ആരാണ് അവളുടെ ചുറ്റിനുള്ളത്. ഈ കുട്ടി ആദ്യത്തെ പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അമ്മ അല്ലെങ്കിൽ അച്ഛ ആള് ശരിയല്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. വിസിബിൾ ഇൻഡിക്കേഷൻസ് അല്ലാതെ എല്ലാ കാര്യങ്ങളും പക്ഷെ കുട്ടി അത് പേരൻസിന്റെ കടമയാണ് അത് മനസ്സിലാക്കി എടുത്തിട്ട് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ അവരൊന്നും നോക്കാതിരുന്നിട്ട് 16 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളെ അടുത്ത് വന്നിട്ട് എന്റെ കൊച്ചിനെ പഴയ പോലെ ആക്കി തരണം. ക്ലോസ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സോ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ആക്സസിബിലിറ്റി ഉള്ള ആൾക്കാരും ഇത് കൊടുത്തിട്ട് ഇപ്പൊ കുട്ടികളെ ട്യൂൺ ചെയ്ത് വെക്കും. അവര് സെക്ഷലി ഇവരെ അബ്യൂസ് ചെയ്യാണ്, അസോൾട്ട് ചെയ്യാണ്, ഇതൊക്കെ ചെയ്യും. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. ഈ കുട്ടികളെ എന്നിട്ട് അവരുടെ ഫ്രണ്ട്സിന് ഇത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ പേരൻസിന് നല്ല പങ്കുണ്ട്. നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ പരിപാടിയൊന്നുമില്ല. അതിനു വേണ്ടി സമയവും അതെന്ത് ചെയ്യുന്നു, ആരാണ് അവളുടെ ചുറ്റിനുള്ളത്. ഈ കുട്ടി ആദ്യത്തെ പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അമ്മ അല്ലെങ്കിൽ അച്ഛ ആള് ശരിയല്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. വിസിബിൾ ഇൻഡിക്കേഷൻസ് അല്ലാതെ എല്ലാ കാര്യങ്ങളും പക്ഷെ കുട്ടി അത് പേരൻസിന്റെ കടമയാണ് അത് മനസ്സിലാക്കി എടുത്തിട്ട് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ അവരൊന്നും നോക്കാതിരുന്നിട്ട് 16 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളെ അടുത്ത് വന്നിട്ട് എന്റെ കൊച്ചിനെ പഴയ പോലെ ആക്കി തരണം എന്ന് പറഞ്ഞാൽ കൊച്ചിനെ പഴയ പോലെ ആക്കാനായിട്ട് തെറാപ്പി അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുക? കൗൺസിലിംഗ് ഇതിലിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ദിവ്യ പറഞ്ഞ പോലെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നൊരു ചൊല്ലുണ്ട്. അതേപോലെ തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അതിൽ ഫംഗ്ഷൻ ചെയ്യേണ്ടി വരും എന്തായാലും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തെറാപ്പി, സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട്, ഫാമിലിയുടെ സൈക്കോ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ആ ഫാമിലി ഡൈനാമിക്സ് മാറ്റാനുള്ള ഒരു ഇത്, കുട്ടിക്ക് ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് കുട്ടി ഇത് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഞാനത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ടെമ്പററിലി ഐ എം ഗോയിങ് ടു ദിസ്. അതായത് ഇതിപ്പോൾ ഡയറക്ട്ലി ഉത്തേജിപ്പിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റത്തിനെയാണ്, പ്ലഷർ ഏരിയാസിനെയാണ് ബ്രെയിനിന്റെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റ് ആവും. അപ്പോൾ അതിലോട്ട് എളുപ്പമായിട്ട് കുട്ടികൾ, മുതിർന്നവർ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി വൾണറബിൾ ആണ്. അപ്പോൾ ഇത് എന്താ പറയുക, അഡിക്ഷൻ ആവാൻ ഉള്ള പ്രധാന കാരണം നമ്മൾ കണ്ടുപിടിക്കണം. അത് ഓരോ ഫാമിലീസിന്റെ ഈ പറഞ്ഞ മാതിരി പശ്ചാത്തലം, അത് ഡൈനമിക്സ് ഡിഫറെൻ്റ് ആണ്, അപ്ബ്രിങ്ങിങ് ഡിഫറെൻ്റ് ആണ്, പിന്നെ എന്താ പറയുക അവർ കൊടുക്കുന്ന സപ്പോർട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവരെത്രത്തോളം അതിനെ ചേർത്ത് പിടിക്കുന്നു വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. അതാണ് ഇപ്പോൾ ഒരിക്കലും അങ്ങോട്ട് പോയി അവൻ അങ്ങനെ ആയിരിക്കും എന്നുള്ള എക്സാക്ട്ലി ആ ലേബൽ അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറ്റുക. ഒരു കുട്ടി തിരിച്ചു വരുവാണ്, നമ്മുടെ സഹായത്തോടെ വരുവാണെങ്കിൽ അതിനെ ചേർത്ത് പിടിക്കാനുള്ളൊരു എന്താ പറയാ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദ സൊസൈറ്റി. എക്സാക്ട്ലി. ഹെൽത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ ഇതിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മളിപ്പോൾ ഡാൻസ് പഠിക്കാൻ വിടുക, അല്ലെങ്കിൽ സ്പോർട്സിൽ എൻഗേജ്ഡ് ആക്കുക, അങ്ങനെ ഇവരങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാവും? അങ്ങനെ നമുക്ക് 100% പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നേരത്തെ മാഡം പറഞ്ഞല്ലോ ADHD അല്ലെങ്കിൽ ADHD വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി, അങ്ങനെയൊക്കെ ഒത്തിരി കുട്ടികൾ
ഉണ്ട്. കാരണം അത് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറേയും കൂടി നമുക്ക് കുട്ടിക്കാലത്ത് കുട്ടികളെ ആ ട്രെയിൻ ചെയ്യുന്ന രീതി അല്ല ഇപ്പോൾ. കാരണം ഇപ്പൊ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾക്ക്? പണ്ടൊക്കെ ആണെങ്കിൽ കാക്കയെ കാണിക്കും, പൂച്ചയെ കാണിക്കും, പട്ടിയെ കാണിക്കും. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ ഒരു മൊബൈൽ. അപ്പൊ എന്താ വെച്ചാൽ കുട്ടി ജനിക്കുമ്പോ തന്നെ ആ ഒരു ജനിച്ചു വീണ ഒരു ഇത്തിരി കാലാകുമ്പോഴത്തേക്കും തന്നെ ആ ബ്രെയിൻ വൈബ്രേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. കാരണം മൊബൈൽ കൊടുത്തിട്ടാണ് പല പാരന്റ്സും ഭക്ഷണം കഴിക്കാൻ. പണ്ടൊക്കെ ആണെങ്കിൽ അത് TV ആയിരുന്നു, കുട്ടി കഴിക്കൂല ഭക്ഷണം. അപ്പം അതുപോലെ മുമ്പ് TV ഓൺ ചെയ്തിട്ടായിരുന്നു കഴിപ്പിച്ചിരുന്നത്, ഇപ്പൊ മൊബൈൽ കൊടുത്തിട്ടാണ്. അപ്പൊ അങ്ങനത്തെ രീതികൾ നമ്മൾ വളർത്തുന്നതേ അങ്ങനെയാണ്. അപ്പൊ ഈ ADHD ഉള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഈ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുന്ന കാര്യങ്ങളൊക്കെ അവരിൽ, അല്ലെങ്കിൽ അവർക്ക് ആക്ടിവിറ്റി കൂടുതലാണ്, ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ആക്ടിവിറ്റി കൂടുതലാണ്. അതാണ് നമ്മൾ ഈ പിരിപിരിപ്പ് അല്ലെങ്കിൽ ചാടി ചാടി നടക്കണം. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അവർക്ക് ഒത്തിരി എന്താ പറയുക ബ്രെയിൻ എക്സസൈസുകളുണ്ട്. അതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ചെയ്യിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനം സ്കൂളിൽ വേണം. പക്ഷെ പല സ്കൂളുകളിലും എങ്ങനെയാണ്, ഞാൻ പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഒരു കുട്ടി എല്ലാ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ അതൊരു 10 പേര് ഇങ്ങനത്തെ കുട്ടികളാണെന്ന് വിചാരിച്ചോളൂ. അവരെ ടീച്ചർമാർ മൊത്തത്തിൽ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്യും. അതായത് അവർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, അവൻ ഇതൊന്നും കാരണം അവർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ ആ പ്രശ്നം കൊണ്ടാണെന്നുള്ളത് ഈ ടീച്ചർമാർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ പിന്നെ ടീച്ചർമാരും ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടേതായ ഫ്രസ്ട്രേഷൻസ് ആണ്. അവർ വീട്ടിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ 40 പേരിൽ 10 പേരെ ഒഴിവാക്കാനാണ് അവർക്ക് എളുപ്പം. അതിലൊരു 100 ടീച്ചർ ഉണ്ടെങ്കിൽ അതിലൊരു 4 ടീച്ചറായിരിക്കും മര്യാദക്കുള്ളത്. പക്ഷെ ആ ടീച്ചർമാര് മര്യാദക്കെന്ന് പറയാൻ മറ്റുള്ളവർ മോശക്കാരെന്നല്ല ഞാൻ പറയണേ, ഈ കുട്ടികളോട് എങ്ങനെ ഒരിക്കലും സിമ്പതി കാണിക്കരുത്. അപ്പൊ ഇവരോട് ഒരു എമ്പതി ഉള്ള ഒരു ടീച്ചറോട് അവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അത് മാത്രമല്ല, അവർക്ക് ഇഷ്ടമല്ലാത്ത ടീച്ചറുടെ സബ്ജക്ട് അവർ പഠിക്കില്ല. അത് കറക്റ്റ് ആയിട്ട് അവര് പറയും. ആ ടീച്ചർ ഈ പുസ്തകം എടുക്കുമ്പോഴേ എനിക്ക് സ്കൂൾ തലത്തില് കൗൺസിലിംഗ് നിർബന്ധിത മാസത്തിൽ ഒരു ദിവസം ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതെ അതെ, സ്പെഷ്യൽ എക്സാമ്പിൾ പറയാം. എനിക്ക് അറിയുന്ന ഒരു ADHD കുട്ടി, ഒരു ഇതില് ടീച്ചർ പറയാണ്, ഒരു ടീച്ചർ ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇവനെയൊന്നും പിന്നെ പഠിപ്പിച്ചിട്ടും വലിയ കാര്യമില്ല. സോ അവന്റെ മനസ്സില് അവൻ അതോട് തീർന്നു. കാരണം എന്താ വെച്ചാൽ അപ്പൊ അവന്റെ ഉള്ളിൽ ഈ ടീച്ചറെ എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. സെയിം തന്നെയാണ് പാരന്റ്സ്. ഇവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ഒരു ഫംഗ്ഷന് പോയി, ഇപ്പൊ ADHD കുട്ടിയാകുമ്പോ ഒരിക്കലും അവൻ ഒരു ഭാഗത്ത് ഇരിക്കില്ല, അല്ലെങ്കിൽ അവളൊരു ഭാഗത്ത് ഇരിക്കില്ല, ഇങ്ങനെ ചാടി 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 നടക്കും. അപ്പൊ അതൊരു മൊത്തത്തിലൊരു പാരന്റ്സിന് ഒരു ഡിസ്റ്റർബൻസ് ആണ്. പാരന്റ്സിന് അത് സൊസൈറ്റിയുടെ മുമ്പിൽ ആക്സെപ്റ്റ് ചെയ്യാൻ, എന്നാ ഈ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്റെ കുട്ടി ഇങ്ങനെയാണ്, അത് അവന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ കുട്ടിക്കൊരു വയ്യായ വന്നാൽ, അതിപ്പോ ഫിസിക്കൽ വയ്യായകൾ, ഇപ്പൊ പനി ചുമയൊക്കെ വന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലേ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ലേ. പക്ഷേ ഈ കുട്ടികളെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഒരു 75%, എനിക്ക് തോന്നുന്നു 75-ലും കൂടുതലായിരിക്കും, പാരന്റ്സും റെഡിയല്ല. ഇനി ഈവൻ ഞാൻ ഡോക്ടർമാരുടെ കാര്യം അത്രയുള്ളൂ, ഇത് പറയാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പൊ പേഴ്സണലി ഒരു മരുന്ന് തുടങ്ങി എന്ന് വിചാരിച്ചോളൂ, നമ്മളൊരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു മരുന്ന് തുടങ്ങി ആയാൽ തന്നെ ഈവൻ ഡോക്ടർമാര് പോലും പലരും അതൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിക്ക് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അതായത് ആ പാരന്റ്സിനെ, ഇല്ലെങ്കിൽ ഇവർ വേറൊരു ഡോക്ടറുടെ അടുത്ത് പോകും. ഇപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു, ഇപ്പോൾ കുട്ടി സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു, ADHD ആണ്, അവർ അവിടെ കൗൺസിലർ ഉണ്ട്, സംസാരിച്ചു, അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് സെന്ററിലേക്ക് റെഫർ ചെയ്തു. ആ സെന്ററിൽ പോയി അവിടെ എല്ലാം ചെയ്തു, കുട്ടിക്ക് ഓക്കെ അവർ എഴുതി ADHD വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി, അത് എഴുതി കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് വേണം പറഞ്ഞ ഒരു സൈക്യാട്രിസ്റ്റിന് വിടും. നല്ല സെന്റേഴ്സ്, നല്ല സ്കൂളുകളുണ്ട്, നമ്മൾ പല സ്കൂളുകളും ചെയ്യുന്നുണ്ട്. ആ കുട്ടി അവിടെ ചെല്ലുമ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു മെഡിസിൻ വേണം. അങ്ങനെ മെഡിസിൻ തുടങ്ങുകയാണ്. ആ മെഡിസിൻ തുടങ്ങി, അപ്പം പൊതുവേ സൈക്യാട്രിക് മെഡിസിൻ ആണ്, പൊതുവെ എല്ലാവർക്കും ഒരു അവിടെ തന്നെ ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞു, അത് വേറെ അവരുടെ ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ വീട്ടിലൊരു ഡോക്ടർ, ബന്ധുക്കളെ ഡോക്ടർമാരുണ്ട്, ചോദിച്ചു അതിന്റെ ഒന്നും ആവശ്യമില്ല, കൗൺസിലിംഗ് കൊടുത്താൽ മതി. പക്ഷെ എല്ലാ 100% കൗൺസിലിംഗിൽ മെഡിസിൻ ആവശ്യമുള്ള തരം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കൗൺസിലിംഗിന് എല്ലാവരും വില്ലിംഗ് ആണ്, പക്ഷെ മെഡിസിൻ ആരും വില്ലിംഗ് അല്ല. ഈ കുട്ടി വളർന്നപ്പോൾ ഇത് വളർന്ന് വലുതായി, പിന്നെ അവനൊരു ആങ്കർ കൺട്രോൾ ഡിസോർഡർ. ആ ആങ്കർ കൺട്രോൾ ഡിസോർഡർ നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യില്ല. നമ്മളത് അവന് ഭയങ്കര മൂക്കത്ത ശുണ്ടി എന്നുള്ള രീതിക്ക് നമ്മൾ കൊണ്ടുപോകും. പക്ഷെ ഇതൊക്കെ ചികിത്സിച്ച് എന്താ പറയുക, നമുക്ക് ഒരുവിധം നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനൊന്നും നമ്മൾ തയ്യാറല്ല.
അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ അത് കഴിഞ്ഞ് കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ അപ്പോൾ ചിലപ്പോൾ 10th വരെയൊക്കെ അവൻ പാരൻസിൻ്റെ കൺട്രോളിലോ ടീച്ചേഴ്സിൻ്റെ കൺട്രോളിലൊക്കെ ആയിരിക്കും. 11th 12th വരെ എന്ന് വിചാരിക്കാം മാക്സിമം. അതല്ലാത്ത കുട്ടികളും ഉണ്ട്. അത് കഴിഞ്ഞ് ഇവൻ ചിലപ്പോൾ പഠിക്കാൻ പോണ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അവൻ്റെ സാഹചര്യങ്ങളിൽ അവന് ഇഷ്ടംപോലെ എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന അവസ്ഥ. അതല്ലെങ്കിൽ പിന്നെ ഇവൻ്റെ ഉള്ളിൽ ഈ എപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു ചെറിയ കാര്യം, അതായത് ഒരു റിബലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് അവിടെ കിടക്കുന്നുണ്ട്. കാരണം എന്താ, ഇവനെ എല്ലാവരും അടിച്ചമർത്തി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഇവന് കുറച്ചും കൂടെ എന്താ പറയാ, ആ സമൂഹത്തിൽ ഇവനൊരാളവൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് പോലും അവന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസും ആ റിബലിസ്റ്റിക് ആറ്റിറ്റ്യൂഡും കുറച്ചും കൂടെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും ഇതൊക്കെ. അപ്പൊ അത് മാത്രമല്ല, അവന് ആ ഒരു ഗ്രൂപ്പിലേക്ക്, കാരണം ഇവൻ ഈ എപ്പോഴും ഗ്രൂപ്പിൽ നിന്ന് തള്ളപ്പെട്ട ഒരുത്തനാണ്. അതായത് ക്ലാസ്സിലും ഇവൻ മോശക്കാരനാണ്, എവിടെയും ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി ഫാമിലിയിലും ഇവൻ മോശക്കാരനാണ്. ഇവൻ എന്ന് പറയാൽ ഇവനും ഇവളോ രണ്ടും ഒരുപോലെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു എന്താ പറയാ, ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ് ആ ഒരു ഗ്രൂപ്പിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിൽ നിൽക്കാനും അപ്പൊ അവന്റെ ഇൻഹിബിഷൻസ് ഒക്കെ അവിടെ പോയി. അപ്പൊ അതിലേക്ക് അവൻ ഈ ഒരു ADHD ഉള്ള കുട്ടികൾ കൂടുതലായിട്ട് അതിലേക്ക് പോകും. ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ, ഇപ്പൊ ബ്രോക്കൺ ഫാമിലീസിലാണ് ഇത് കൂടുതൽ ഇങ്ങനെ കുട്ടികൾ വരുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്, ഒരു കുട്ടി സ്വയം പറയാണ് ഐ ആം സപ്പോസ് ടു ബി സോ, കാരണം എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്, ഞാൻ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. അതായത് കുട്ടികളുടെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടാളും ഒരു കുരിക്കുന്നുണ്ടാവും, അല്ല സെപ്പറേറ്റ് ചെയ്ത് പോണോന്നൊന്നുമില്ല. അവിടുത്തെ അവര് തമ്മിലുള്ള പൊരുത്തമില്ലായ്മകള് അവര് തമ്മിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അതിനെ കൈഡി ഇന്നതിന് പകരം ഇവര് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ തമ്മിൽ ജയിച്ചു കാണിക്കുക. ഇതിന്റെ ഇടയിലുള്ള പ്രഷറിലാണ് ഈ കുഞ്ഞ് വളരുന്നത്. കാരണം കുഞ്ഞിന് അച്ഛനും അമ്മയും വലുതാ, രണ്ടുപേരെയും തള്ളി പറയില്ല. അത് വേണമെങ്കിൽ വാക്കിന് വേണമെങ്കിൽ പറയും എനിക്ക് അമ്മയുടെ ഇഷ്ടം അച്ഛനോടെ വേറെ ഇഷ്ടം എന്ന്. പക്ഷെ അതല്ല, ഇവര് തമ്മിലുള്ള ഫ്രിക്ഷൻ ഈ കുഞ്ഞിനെ മാനസികമായിട്ട് ഒത്തിരി പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ്, രണ്ടുപേരും അടിയാണ് അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കീലാണ്, അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാ, ഞാൻ കഞ്ചാവ് വലിക്കണം, ഞാൻ അടിയുണ്ടാക്കണം, ഞാൻ പ്രശ്നം ഉണ്ടാക്കണം, ഞാൻ നന്നാവാൻ പാടില്ല. അത്ര ഇത് മാത്രമല്ല, ഈ വീട്ടിലുള്ള അംഗങ്ങൾ ഇനി അഥവാ മുതിർന്നവരാരെങ്കിലും വേറെ ഉണ്ടെങ്കിലും അവര് പറയുന്നൊരു പരിപാടിയുണ്ട്, ഇന്നാരെ പോലെയാണ്. അതെ അതെ അതെ, ഇന്നാരെ പോലെ ഇന്നാരെന്ന് പറയുമ്പോ എന്നാ പിന്നെ അതെനിക്ക് ഇന്ന് അക്സെപ്റ്റഡ് ആണല്ലേ, ഇറ്റ്സ് ഓക്കെ ഫൈൻ. അപ്പൊ എന്റെ കുറ്റമല്ല പെർമിഷൻ. ഇതിൽ കുട്ടികളുടെ സ്കൂളിലെ സംഭവം പറഞ്ഞില്ല. നമുക്ക് സത്യത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലെല്ലാം ഒരു സ്കൂൾ കൗൺസിലർ ഉണ്ട്. അതൊക്കെ ഉള്ളതാണ്, അതൊക്കെ നല്ല കാര്യങ്ങളുമാണ്. കാരണം അതൊരു ശരിക്കും ഒരു മുന്നേറ്റം തന്നെയാണ്. ഇതിന് ഫംഗ്ഷനിങ്ങിന്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു കുട്ടി ഇപ്പം സ്കൂളിലുള്ള കൗൺസിലറെ പേഴ്സണലി എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റാഫ് റൂമിലുള്ള ടീച്ചർമാർ കൗൺസിലിംഗ് ടീച്ചർ അടുത്ത് പോയെന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ മതി. ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരുന്ന് സംസാരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് വിചാരണയുണ്ട്. ഈ ടീനേജേഴ്സിനൊക്കെ ഈ വക വിചാരണ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ ബ്രേക്ക് ദ റൂൾ ആറ്റിറ്റ്യൂഡ് ഒന്നും കൂടെ അങ്ങോട്ട് പുഷ്പിക്കുക അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴും നല്ല കൃത്യമായിട്ട് തന്നെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. ശരിക്കും വേണ്ട നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ LKG UKG ക്ലാസ്സിൽ എല്ലാ കുട്ടികളും സ്റ്റേജ് കയറണം എന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അതെന്തിനാ വെച്ചാൽ ടാലൻ്റ് ഉള്ള കുട്ടികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ ഈ കുട്ടികളുടെ ആദ്യത്തെ ഒരു 6-7 വയസ്സിനകത്ത് തന്നെ ഇവരുടെ ഫാമിലി ഇത് എല്ലാം ഡൈനാമിക്സ് എല്ലാം നോക്കിയിട്ട് ഈ കുട്ടികളുടെ വൾനറബിലിറ്റി ഉണ്ടാവാൻ ചാൻസസ് ഉള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവം കൂടെ നമ്മുടെ സ്കൂളുകളിൽ വേണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികൾ ആ പ്രായത്തിലേ കോൺസെൻട്രേറ്റ് ചെയ്ത് മാനേജബിൾ ആക്കി ട്രെയിനബിൾ ആക്കി കൊണ്ടുവന്നാൽ ഭാവിയിലേക്കുള്ള കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്ക് ADHD ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു ടീച്ചർക്ക്, ഇപ്പം നമുക്ക് ORC എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, ഗവൺമെൻറ് സ്കൂളുകളിലുള്ളതാണ്. അത് കുട്ടികളിൽ വരുന്ന മാനസിക പ്രശ്നങ്ങൾ ടീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കും. ഈ ടീച്ചേഴ്സിൽ ഏതെങ്കിലും ഒരാൾ ഇത്തിരി മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, പൊതുവേ പല ടീച്ചേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ള ഇതാണ്. ആ പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത്തിരി നേരം എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുമോ നിങ്ങൾ എൻ്റെ കൊച്ചിനെ ഭ്രാന്താക്കാൻ നോക്കുകയാണോ. രണ്ടാമത്തെ കേസ് അച്ഛനും അമ്മയും തമ്മിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ടോക്സിക് പേരൻസ് ആയിട്ടുള്ളവരെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അമ്മ ഒരു സ്വൈരക്കേടായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തൊരു നിസ്സാര കാര്യം പറയുമ്പോഴേക്കും അമ്മയ്ക്ക് ബോധം കിട്ടുവിടാനും കരയാനും മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലത്ത് പെൺകുട്ടികളുടെ കേസിൽ പ്രത്യേകിച്ച് അവർ അമ്മയോടൊന്നും പറയില്ല. അത് വേറെ ആൾക്കാർ അവിടെ കയറി
ഗോൾ അടിക്കും. അങ്ങനെയുള്ളവരാണ് ഇതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകും ചെയ്യുന്നത്. അപ്പൊ ഈ യെസ്, അപ്പൊ കുട്ടികൾ അവര് ഭയങ്കര വൾണറബിൾ ആണ്. അവർക്ക് ശരിക്കും ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇല്ല. സ്കൂൾ കൗൺസിലർ എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ അത് എത്രമാത്രം അവർക്ക് യൂസ്ഫുൾ ആണ് എന്നറിയില്ല. അതെ, ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ്. അപ്പൊ ഈ ഒരു ഗ്യാങ് ഉണ്ടായാൽ ടീച്ചർ അതിനെ ഒരു ശല്യം എന്ന രീതിയിലല്ലാതെ അവിടെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ കാണണം. ഒരു ഇൻവോൾവ്മെന്റ്, ടീച്ചറിന്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഫാമിലിയുടെ പാർട്ടിസിപ്പേഷൻ. ഇവിടെ PTA മീറ്റിംഗിൽ എന്താ നടക്കുന്നത്? സ്കൂളിൽ നമ്മളൊക്കെ ഓപ്പൺ ഹൗസിന് പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ പരീക്ഷ റിസൾട്ട് ഈ സംഭവങ്ങൾ പറയും. പിന്നെ നന്നായിട്ട് ഡാൻസും പാട്ടൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അതിൽ കുറച്ച് നിങ്ങൾ അവിടെ പ്രോഗ്രാം ഉണ്ട്, ഇവിടെ പ്രോഗ്രാം ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷന് പ്രസ്റ്റീജ് വരുന്ന കാര്യങ്ങൾ മാത്രം അത് പാരന്റ്സിന്റെ ഇടയിലുണ്ട്. ഇപ്പൊ ഞാൻ ഓപ്പൺ ഹൗസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ആസ് എ വർക്കിംഗ് മദർ നമ്മൾ മിക്കവാറും ഇവർ പറഞ്ഞ ടൈമിൽ സമയം കൈപ്പിടിച്ചിട്ടാണ് നമ്മൾ അവിടെ പോയി നിൽക്കുന്നത്. അല്ല, പോവാണ്ടിരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചോളം ഭയങ്കര ഇൻസൾട്ടാണത്. കാരണം നമ്മൾ പാരൻസ് വന്നില്ല എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് അച്ഛനും അമ്മയ്ക്കൊന്നും ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നുള്ള നിലയ്ക്കാണ് വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പോവാണ്ടിരിക്കുക എന്നുള്ളൊരു പറ്റില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ഡ്യൂട്ടി ഒരു മണിക്കൂർ ലേറ്റ് ആവും എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയി നിൽക്കേണ്ടാവുക. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ അറിയോ, അപ്പം ഞാൻ ചില പാരൻസ് എനിക്കറിയാം, അപ്പം ഞാൻ പറയാം ആ കുട്ടിയുടെ അമ്മയാണ് കേട്ടോ തീർന്നു നമ്മുടെ സമയം. കാരണം ആ കുട്ടി അവിടെ ഇരുന്നിട്ട് ഓരോ പേപ്പറും എടുത്തിട്ട് ഈ ടീച്ചറോട് കുറ്റം പറയാണ്. അത് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, മറ്റേതാണ്. ഞാൻ ആലോചിച്ച് നോക്കുക, ഇവരുടെ വീട്ടിൽ 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ, ഈ കുട്ടികളെ നോക്കാൻ പറ്റാത്ത ഇവർ 40-45 കുട്ടികളെ നോക്കുന്ന ഒരു ടീച്ചറോട് വന്ന് പറയാണ് എൻ്റെ കുട്ടി അത് ചെയ്തില്ലേ, ഇത് ഫുൾ കുട്ടികളുടെ കുറ്റം. ഈ ടീച്ചർ എന്ത് ചെയ്യാനാണ്? ആ അതെ, എന്ത് ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ ഈ ഡ്രഗ് യൂസേജ് കൂടുതലെന്ന് പറയുന്നതാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്ന യങ്സ്റ്റേഴ്സിലാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വടക്കോട്ടുള്ള ജില്ലകളിൽ നിന്ന് എറണാകുളത്തേക്ക് ഉള്ളൊരു നഗരത്തിലേക്ക് ഇവർ താമസമാവാണ്. എന്തെങ്കിലും കോഴ്സ് പഠിക്കാനൊക്കെ ആയിട്ട് വന്ന് ഹോസ്റ്റൽ എടുക്കുക. പിന്നെ ഇവരുടെ ലൈഫ് പിന്നെ ഇങ്ങോട്ട് കുത്തഴിഞ്ഞ പോലെയല്ല, ആരും കൺട്രോൾ ചെയ്യാനില്ല. രാത്രിയൊക്കെ സ്റ്റേഡിയം പരിസരങ്ങളിൽ ഇറങ്ങി നടക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മാഫിയ എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് ദ സിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ പോലീസ് ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ലേ? പോലീസിന്റെ നല്ലൊരു സേവനം ഇതിൽ ആവശ്യമില്ലേ? പോലീസിന്റെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ രാത്രിയിൽ ഇത് പറഞ്ഞ പോലെ മലബാറിൽ നിന്ന് വരുന്ന കുട്ടികൾ മാത്രമല്ല, ഇവിടെ തന്നെയുള്ള കുട്ടികളുണ്ട്. പ്രത്യേകിച്ചും കോവിഡ് വന്ന ആ സമയത്ത് എല്ലാവരും വീട്ടിൽ അടച്ചിരുന്ന സമയത്ത് ഇതിന്റെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട്. ഈ കുട്ടികൾ രാത്രി അഗ്രസീവായി വീട്ടുകാരെ കൊല്ലാനും തല്ലാനൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോലീസിനെ വിളിക്കും. പക്ഷെ പോലീസുകാർ തൊടില്ല. തൊട്ട് കഴിഞ്ഞാൽ കുട്ടിയെ തൊട്ട് കഴിയുമ്പോൾ കുട്ടി എന്നെ പോലീസുകാരൻ അത് ചെയ്തു ഇത് ചെയ്തു വിളിച്ചു പറഞ്ഞാൽ പോലീസ് കുടുങ്ങി. ഇപ്പൊ നമ്മള് അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് ഇവരെ തൊടാൻ പേടിയാ. അടുത്ത് നിൽക്കുന്ന നാട്ടുകാരൊക്കെ വിളിച്ച് തൊടണമെങ്കിൽ എല്ലാവർക്കും പേടിയാണ്. കാരണം ഇതിന്റെ പേരിൽ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ വയ്യ. പോലീസുകാരുടെ പ്രശ്നം എന്താന്ന് വെച്ചാലേ ഇപ്പൊ എവിടെയും ക്യാമറയാണ്. അപ്പൊ ഇവര് ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു കുട്ടി അല്ലെങ്കിൽ ആള് എന്ന് വിചാരിച്ചോളൂ, അവരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം പ്രഷർ അപ്ലൈ ചെയ്യാണ്ട് പറ്റില്ല. അതായത് ഒരിക്കലും നമുക്ക് അയാളെ നോർമൽ ഒരു ഇതിൽ പിടിച്ചു വെച്ചാലൊന്നും അവർ നിൽക്കില്ല. അവർ ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് 2 കൊടുക്കാതെ ഒന്നും ഇവരെ ഒന്നും അവർക്ക് നിലക്കി നിർത്താൻ പറ്റില്ല. ആ സംഭവം ഒരാൾ വീഡിയോ എടുത്ത് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടാൽ പോലീസുകാരൻ അതോടെ തീർന്നു. അവന് പിന്നെ സസ്പെൻഷൻ ആയത് അയാളുടെ ജോലി വെച്ചിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. കാരണം നമ്മൾ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ കാണുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പായിരിക്കും, അല്ലെങ്കിൽ 1 കൊല്ലം മുമ്പ്, വെറുതെ ഒരാൾ വീട്ടിൽ കയറി ഒരു സിറ്റ് ഔട്ടിലിരുന്ന ഒരു പ്രായമായ ഒരാൾ വെറുതെ നടന്നു പോവാണ്. ഒരാൾ പുറത്തു കൂടെ അയാളെ കയറി അയാൾ വെറുതെ ഒരു കത്തിയെടുത്ത് കുത്തിക്കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഇയാൾക്ക് അയാളെ അറിയില്ല, അയാൾക്ക് ഇയാളെ അറിയില്ല. അത് മൊത്തം ഒരു കോമ്പിനേഷൻ ആക്കി എടുത്താലേ തീരുള്ളൂ. എന്നിട്ട് ഇയാളെ കൊണ്ടുവന്നിട്ട് ഇയാൾ ഭയങ്കര വയലന്റ് ആണ്. അപ്പൊ പോലീസുകാർ കൈ ബാക്കിലേക്ക് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇയാളെ മെഡിക്കൽ എക്സാമിന് ചെയ്യണമെങ്കിൽ ഇയാൾ ഒപ്പിടണം. അപ്പൊ എൻ്റെ അടുത്ത പോലീസുകാരൻ പറഞ്ഞു, മാഡം കൈ അഴിച്ചാൽ ഇയാൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഇയാളുടെ തമ്പ് നമുക്ക് ബാക്കിൽ നിന്ന് എടുത്തിട്ട് കുത്താം, ഇയാൾ കൈ അഴിക്കണ്ട. ബിക്കോസ് ഓൾറെഡി നമുക്ക് ഒരു അനുഭവം ഉണ്ടേ കുത്തി. അപ്പൊ അതുകൊണ്ട് കൈ അഴിക്കാൻ സമ്മതിച്ചില്ല. ഇതേ മനുഷ്യനെ ഞാനൊരു 6-7 മാസം കഴിഞ്ഞിട്ട് അയാളുടെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇയാൾ അവിടെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോൾ ഞാൻ ഈ പോലീസുകാരോട് ചോദിച്ചു, ഇത് നിന്ന ആളല്ലേ? അതെ മാഡം. അപ്പൊ ഇന്നയാള് ഭയങ്കര ഭയഭക്തി ബഹുമാനങ്ങളോടെ, ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താണ്? അപ്പൊ അയാൾക്ക് ജയിലിൽ അവര് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കൊടുത്ത് അയാൾ ഭയങ്കര ഡിഫറെന്റ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ നമുക്ക് ഡി അഡിക്ഷനിലൂടെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ജയിലിൽ നിന്ന് അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡി അഡിക്ഷൻ സെന്ററിൽ അവർ ആ ഒരു ഇതില്, പക്ഷെ നമ്മളുടെ സമൂഹം
ഇപ്പോൾ ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയാൽ പാരൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചുറ്റോട്ട് എല്ലാവരും കൂടെ അവനെ തള്ളിക്കളയും. അതുകൊണ്ടാണ് കൂടുതൽ പിന്നെയും അപ്പോൾ അവന് തോന്നുന്നത് എന്താണ്, അവൻ നോർമലായിട്ട് ചിന്തിക്കുമ്പോൾ ഓ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ വീണ്ടും കുട്ടി അതിലേക്ക് പോവും. അങ്ങനെയല്ല, ഒത്തുപിടിച്ചാലേ നടക്കുള്ളൂ. അതായത് ഒരു കുഞ്ഞ് വലുതായി വരുന്ന സമയം തൊട്ട് പേരൻസിന്റെ ഒരു ഹെൽത്തി റിലേഷൻ ഉണ്ടാവണം. ഈ കുട്ടിയുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന സ്കൂളിൽ അതിനുള്ള ഒരു മേൽനോട്ടം ഉണ്ടാവണം. അതേപോലെ നിയമത്തിന്റെ സൈഡിൽ നിന്നുള്ള ഒരു മേൽനോട്ടം ഉണ്ടാവണം. ഇതെല്ലാം കൂടി ആയിട്ടേ നടക്കും. നമുക്ക് ഇതിൽ എത്താൻ പറ്റാവുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അല്ലെങ്കിൽ ടൊബാക്കോ കോസസ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെതിരെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിഗ്നൽ തരാനായിട്ട് മയക്കുമരുന്നിന് പ്രത്യേകിച്ച് കാരണങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മൾ തന്നെ ഇതിനെതിരെ, ഈ വിപത്തിനെതിരെ പ്രതികരിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ സമൂഹവും അല്ലെങ്കിൽ സ്കൂളുകളും ഇതൊക്കെ നമ്മളുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെ രക്ഷിക്കേണ്ടത് അവരവർ തന്നെയാണെന്നൊരു ബോധ്യത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണം. സ്ത്രീപക്ഷത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. പുതിയൊരു സബ്ജക്റ്റുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. നമസ്കാരം.